Hi friends, welcome back to SHADI'S corner. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ്, നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങിയാൽ പെട്ടെന്ന് കേട് വരും, ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഉണങ്ങിപ്പോവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ആദ്യം. നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ന്യൂസ് പേപ്പർ എന്നിട്ടോ ഇതിൽ ഓരോ നാരങ്ങയായിട്ട് അതിൽ പൊതിഞ്ഞ് വെക്കുക, കടലാസിൽ പൊതിഞ്ഞ് വെക്കുക. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലാക്കി വെക്കാം. ഇതുപോലെ ഒരു കേസ് എടുത്തിട്ട് ഒരു കവർ എടുത്ത് നമുക്ക് ഇതിലാക്കിയിട്ട് കെട്ടി വെച്ചാൽ ഫ്രിഡ്ജിൽ കുറേ കാലം അത് കേടാവാതെ ഇരിക്കും, പെട്ടെന്നൊന്നും കേടുവരില്ല. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ പെട്ടെന്ന് തണുത്ത് പോവും, ഇതുപോലെ ഇട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോവും. അപ്പോൾ അങ്ങനെ തണുക്കാതിരിക്കാനുള്ള ടിപ്പാണ്. അതിന് വേണ്ടി നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒരു വെള്ള ടവലോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് അരി ഉപയോഗിക്കണേ, ഏത് അരി ആയാലും കുറച്ച് അരി ഇട്ടിട്ട് നമ്മളിത് കെട്ടിയിട്ട് ബിസ്ക്കറ്റ് പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തുണിയാണെങ്കിൽ ഇങ്ങനെ കീറിപ്പോവില്ല. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് കീറിപ്പോയത്. ഇനി ഈ ബിസ്ക്കറ്റിൽ ഇതിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്നൊന്നും തണുത്ത് പോവില്ല ബിസ്ക്കറ്റ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ്, നമ്മൾ ഉപ്പ് പെട്ടെന്ന് ചിലപ്പോൾ ഒരു കട്ടയായിട്ടുണ്ടാവും, കുറച്ചൊക്കെ അടിയിലെത്തുമ്പോഴത്തേന് ഉപ്പ് കട്ടയായി പോകുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ്. കട്ട കിട്ടാതെ നല്ല ഇതിൽ പൊടിയായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുത്താൽ മതി, അരി ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ ഉപ്പ് പെട്ടെന്ന് കട്ട കെട്ടാതിരിക്കും. ഇനി അടുത്ത ടിപ്പാണ്, നമ്മൾ ഈ ചെറുപയർ, മമ്പയർ, കടല അതുപോലെയുള്ള വസ്തുക്കളൊക്കെ പെട്ടെന്നിൽ അതിലൊരു പ്രാണികൾ വന്ന് നിറയും കുറേ കൊണ്ടുവന്ന് വെച്ചാൽ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചെറിയ കറുകപ്പട്ടൻ്റെ കഷ്ണവും 2-3 ഗ്രാമ്പും ഇട്ട് വെച്ചാൽ മതി. എന്നാൽ ആ ജീവികളെ ശല്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവും ചെറിയ ചെറിയ കത്രികകളൊക്കെ, മൂർച്ചം കുറഞ്ഞ കത്രികകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ മൂർച്ചം കൂട്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, ഫോയിൽ പേപ്പർ നന്നായി മടക്കിയതിൻ്റെ ശേഷം ഈ ഫോയിൽ പേപ്പർ വെട്ടി കൊടുത്താൽ മതി. ഇനി 4-3 മടക്കൊക്കെ ആക്കിയിട്ട് വെട്ടിക്കൊടുത്താൽ കത്രിക മൂർച്ചം കൂടുന്നതാണ്. ഇതിപ്പോൾ ചെറിയ കത്രികയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യണ വലിയ കത്രിക ഉണ്ടല്ലോ, അത് മൂർച്ചം കൂട്ടാനുള്ളതാണ് നമുക്ക് അടുത്ത ടിപ്പ്. വലിയ കത്രിക മൂർച്ചം കൂട്ടാൻ ഏതെങ്കിലും ഒരു കുപ്പി പൊട്ടണ കുപ്പി ഉണ്ടാവില്ല, നമ്മളെ ഗ്ലാസിൻ്റെ കുപ്പി, അതിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ മുറിക്കണ ഭാഗം നന്നായി മൂർച്ച കൂടി വരും. ഗ്ലാസിൻ്റെ കുപ്പിയാവണം, പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസിൻ്റെ കുപ്പി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മൂർച്ചയുള്ള കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ നമ്മൾ സെറാമിക് കപ്പ് ഉണ്ടല്ലോ, സെറാമിക് കപ്പിൽ വെച്ചിട്ട് മൂർച്ചം കൂട്ടി കൊടുത്താൽ മതി.
ഇനി അടുത്ത ടിപ്പ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കുക്കർ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോവുക, തിളച്ചൊന്നായിട്ട് പുറത്ത് പോകുന്നത്. അതിനുള്ള ഒരു ടിപ്പാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ, ആ മൂടിൻ്റെ ഉൾഭാഗത്തും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആ വാഷർമലും മൂടിയുടെ ഭാഗത്തും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്താൽ കുക്കറിൽ നമ്മൾ എന്ത് വെച്ചാലും പെട്ടെന്ന് തിളച്ച് ചിന്തി പോവില്ല. ഇനി ഇങ്ങനെ അടച്ചു വെച്ചാൽ ഒരിക്കലും കുക്കർ ചിന്തി പോവില്ല, തിളച്ച് തൂവി പോവില്ല. ഇനി അടുത്തത് മിക്സിയുടെ ബ്ലേഡ് ക്ലീൻ ആക്കാനുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ച മുട്ടത്തോട് കഴുകിയിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ടെടുക്കുക. ഇതിലേക്ക് ഇത്തിരി വെള്ളം പറന്നെടുത്തിട്ട് മിക്സി നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് മിക്സിയുടെ ഉള്ളിലുണ്ടാവും നമ്മൾ കമഴ്ത്തി വെച്ചാലൊരു സ്മെല്ല്, ആ സ്മെല്ല് പോകാനുള്ള ടിപ്പാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ അരമുറി മതി, നീരും പിന്നെ അതിൻ്റെ തോല് ഭാഗം അതിലേക്ക് മുറിച്ചിടുക, അതിൻ്റെ തൊലിയും കൂടെ അതിലേക്ക് മുറിച്ചിടുക. കൂടെ 2-3 ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം പാർന്ന് നന്നായി അടിച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയുടെ സ്മെല്ലെല്ലാം പോയി കിട്ടും. അടുത്ത ടിപ്പ്, നമ്മുടെ സിങ്കിൽ വെള്ളം പോവാതെ അത് കെട്ടി നിന്നാലുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, ആ സിങ്കിൽ വെള്ളം പോണ ഭാഗത്തേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം പെട്ടെന്ന് അല്ല സിങ്കിലുള്ള അഴുക്കൊക്കെ പോയി പെട്ടെന്ന് ഒഴിഞ്ഞു പോണത് കാണാം. വെള്ളം പെട്ടെന്ന് പോയി. ഇനി അടുത്ത ടിപ്പാണ്, നമ്മൾ പച്ചമുളകൊക്കെ അരിയുമ്പോൾ കൈയിന് ഭയങ്കര എരിച്ചിലുണ്ടാവും. അപ്പോൾ എരിച്ചിൽ മാറാനുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മളിത് അരിയുന്നതിന് മുമ്പായി കയ്യിൽ ഇത്തിരി ഓയിലാക്കുക. ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്താൽ കയ്യിന് എരിച്ചിലുണ്ടാവില്ല. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഈ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് വെച്ചാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോവും, എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതിനുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുകയോ ചെയ്താൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. സ്പൂണിൽ ഇത്തിരി ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിയും നമുക്ക്. അല്ലെങ്കിൽ ഇനി അടുത്തത്, നമ്മൾ കട്ടിംഗ് ബോർഡുമേ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, കട്ട് ചെയ്യണ വേസ്റ്റ് എങ്ങനെ കളയാമെന്നുള്ളതിനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ ഒരു കവർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉള്ളിയുടെ തോലോ എന്തെങ്കിലും അരിഞ്ഞ് കളയുകയാണെങ്കിൽ അരിയുമ്പോൾ
ഓരോ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ആ കവറിലേക്ക് നീക്കി കൊടുത്താൽ മതി. വേസ്റ്റ് അതിലേക്ക് നീക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കവർ എടുത്ത് മാറ്റിയാൽ മതി. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വളരെ വൃത്തിയായിരിക്കും. ഒരു വേസ്റ്റും കൗണ്ടർ ടോപ്പിൽ ചാടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.